യെസ്, കൈമൾ ഹിയർ. അതെ, ജയിൽ സൂപ്രണ്ടാണ്. പറയൂ. അതെയോ? നിങ്ങൾ കാലിക്കറ്റിൽ നിന്നാണോ സംസാരിക്കുന്നത്? മോസ്റ്റ് വെൽക്കം. ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെ വന്ന് സംസാരിക്കാം. ഓക്കെ. രാഘവൻ, തനിക്കൊരു വിസിറ്ററുണ്ട്. മദർ, രാഘവൻ. ഞാൻ മദർ കാതറിൻ, കോഴിക്കോട്ടുള്ള ലൂർദ് മൗണ്ട് മഠത്തിലെ സുപ്പീരിയറാണ്. രാഘവന് എന്നെ അറിയാൻ വഴിയില്ല. എനിക്ക് നിങ്ങളെ അറിയാം, നിങ്ങളുടെ ഭാര്യ മേരിയിലൂടെ. മേരി, മദർ, അവളെ ഒരു വെളുപ്പാങ്കാലത്ത് ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ വെച്ചാണ് എന്റെ കൈ കിട്ടിയത്. എന്തോ പന്തിയോട് തോന്നിയെങ്കിലും ഒരു ഊമ പെൺകുട്ടി എന്റെ കാല് പിടിച്ച് കരഞ്ഞപ്പോൾ പിന്നെ ഒന്നും ഞാൻ ആലോചിച്ചില്ല. അവളെ ഞാൻ അങ്ങ് കൊണ്ടുപോയി കോഴിക്കോട്ടേക്ക്. എല്ലാം ഞാൻ അറിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് അവൾ നിങ്ങളെ കാണാൻ ആഗ്രഹം കാണിച്ചിരുന്നു. ഇവിടെ വരെ വന്ന് കാണാനുള്ള ആരോഗ്യസ്ഥിതിയിലായിരുന്നില്ല ആ കുട്ടി. എന്നിട്ട് പ്രസവത്തില് അവൾ മരിച്ചു. മഞ്ഞപ്പിത്തമായിരുന്നു. എന്റെ കുഞ്ഞ് മോളാണ്. മിടുക്കിയ. കാണണ്ടേ രാഘവന്? വേണം. പിള്ളേ, മോളെ, എന്റെ കുഞ്ഞിന്റെ പേരെന്തുവാ? മേരിയുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ അവൾക്ക് കുഞ്ഞുമേരിന്ന് പേരിട്ടു. മദർ, എന്റെ കുഞ്ഞ് അവള് ഒന്ന് സംസാരിക്കാതെ എന്താ? അവള് 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 മോളെ, അച്ഛാന്ന് വിളിക്കും. മോളെ വിളിക്ക്. മോളെ, അച്ഛാന്ന് വിളിക്കേ. അച്ഛാ. മദർ, ആ കുട്ടി അങ്ങ് എടുക്ക. എന്റെ മോളെ കൊണ്ടുപോയില്ലേ സാർ? അവളെ എനിക്ക് വേണം സാർ. കൈമൾ സാർ, അവളെ ഞാൻ തരത്തില്ല സാർ. അവളെ കൊണ്ടുപോയില്ലേ സാർ? കൈമൾ സാർ, അവളെ എനിക്ക് വേണം സാർ.
രാഘവൻ പ്ലീസ് പ്ലീസ്. കൈമൾ സാർ, എന്നെ തൂക്കല്ലേ സാർ. എനിക്ക് എനിക്ക് ജീവിക്കണം സാർ. എന്റെ കുഞ്ഞിന് ആരുമില്ല സാർ. സാർ സാർ എന്നെ തൂക്കല്ലേ സാർ. എന്നെ തൂക്കല്ലേ സാർ. എന്നെ തൂക്കല്ലേ സാർ. സാർ സാർ ആ മരത്തിലെ അമ്മയോട് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ നമ്മുടെ അബ്ദുവിനെ ഏൽപ്പിക്കണം. അവന്റെ ഭാര്യ സൈനബ എന്റെ മോളെ സ്വന്തം മോളെ പോലെ നോക്കിക്കൊള്ളും. അങ്ങനെ ചെയ്യാം. നമുക്ക് സുപ്രീം കോടതിയിൽ ഒരു ദയാഹർജി കൊടുക്കാം. വേണ്ടി വന്നാൽ പ്രസിഡന്റിനോട് വരെ അപേക്ഷിക്കാം. ദൈവം നിന്റെ കുഞ്ഞിനെ അങ്ങനെ അങ്ങ് കൈവിടുമോ? ഇല്ല. എന്റെ മനസ്സ് പറയുന്നു നീ രക്ഷപ്പെടും. പ്രാർത്ഥിച്ചു. മൗനങ്ങൾ പോലും നാദങ്ങളാ, മനസ്സിലെ മോഹങ്ങൾ